തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പിയെ അട്ടിമറിക്കാൻ വേണ്ടി എന്ത് കളിയും കളിക്കും എന്ന് പറയുന്നു മുൻമന്ത്രി മുൻ മേയർ വി ശിവൻകുട്ടി. ഇദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നു അത്രേ. അതായത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ശിവൻകുട്ടിയും കടകംപള്ളിയും ആനാവൂർ നാഗപ്പനും വി ജോയിയും ആര്യ രാജേന്ദ്രനും ഒക്കെ ചേർന്ന് നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ബി.ജെ.പി. മേയർ വി രാജേഷ് എല്ലാം അടപടലം എടുത്ത് പുറത്തിടും എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് എങ്ങനെങ്കിലും ബി.ജെ.പി. അട്ടിമറിച്ചേ പറ്റൂ എന്ന തീരുമാനത്തിലാണ് തങ്ങൾ എന്നുള്ള കാര്യമാണ് ഇത്രയും മുതിർന്ന നേതാവ് കൂടിയായ വി ശിവൻകുട്ടി പറയുന്നത്. രാഷ്ട്രീയ ധാർമ്മികത, രാഷ്ട്രീയ നീതിബോധം അല്ലെങ്കിൽ ജനാധിപത്യ ബോധം ഒന്നുമില്ലാത്ത വെറും CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവാണ് വി ശിവൻകുട്ടി എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എന്തും ചെയ്യും. അതായത് കോൺഗ്രസുമായി വേണമെങ്കിൽ കൈകോർക്കും, കസേര മറിച്ചിടും, മേയറെയും ബി.ജെ.പി. കൗൺസിലർമാരെയും ആക്രമിക്കും, കൊല്ലും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാം അദ്ദേഹം മനസ്സിൽ ഉദ്ദേശിച്ചത്. തിരുവനന്തപുരത്ത് ബി.ജെ.പി. താഴെയിറക്കാൻ UDF-മായി വേണമെങ്കിൽ കൈകോർക്കും, എല്ലാ സാധ്യതയും അതിനുണ്ട് എന്നുള്ള കാര്യമാണ് വി ശിവൻകുട്ടി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. ബി.ജെ.പിയെ ഭരണത്തിൽ നിന്ന് താഴെയിറക്കാൻ ലഭിക്കുന്ന ആദ്യ ആയുധമാണ് ഇതെന്നും ഈ അവസരം പ്രയോജനപ്പെടുത്തണം എന്നുമാണ് ജനങ്ങളും ഇടതുപക്ഷവും CPM-ഉം ഒക്കെ ആഗ്രഹിക്കുന്നത് എന്നും വി ശിവൻകുട്ടി പറഞ്ഞു. ഈ പറഞ്ഞ ജനങ്ങൾ തന്നെയാണ് ബി.ജെ.പിയെ വോട്ട് ചെയ്ത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിൽ എത്തിച്ചത് എന്ന കാര്യം കൂടി വി ശിവൻകുട്ടി ഓർക്കണം. UDF-മായി വ്യത്യസ്തമായ രാഷ്ട്രീയമാണ് ഉള്ളതെങ്കിലും ബി.ജെ.പിയുടെ കാര്യത്തിൽ ഉറച്ച നിലപാടാണ് ഉള്ളത്. വിഷയത്തിൽ നേതാക്കളുമായി ചർച്ച നടത്തും, എന്ത് വില കൊടുത്തും ബി.ജെ.പി. ഭരണം അവസാനിപ്പിക്കും എന്നും വി ശിവൻകുട്ടി പ്രതികരിക്കുന്നു. നിലവിൽ ഭരണസ്തംഭനത്തിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. കാപ്പ കേസിലെ പ്രതിയെ കൗൺസിലിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് LDF നേതൃത്വത്തിൽ സമരം നടക്കുന്നുണ്ട്. 19 കേസുകളിലെ പ്രതിയാണ് സുഗതൻ. 29-ാം തീയതിയിലെ കൗൺസിലിൽ പങ്കെടുത്തില്ലെങ്കിൽ സുഗതന്റെ കൗൺസിലർ സ്ഥാനം നഷ്ടപ്പെടും. എന്നാൽ സുഗതനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രേഖകളിൽ തിരിമറി നടത്തിയിട്ടുണ്ട്. അതിനാൽ സംസ്ഥാന സർക്കാർ വിജിലൻസ് പോലെ ആധികാരികത ഉള്ള ഒരു വകുപ്പിനെ കൊണ്ട് അന്വേഷണം നടത്തണം. ബി.ജെ.പിക്ക് ഭരണത്തിൽ തുടരാൻ ധാർമ്മികമായോ നിയമപരമായോ ഭരണഘടനാപരമായോ അവകാശം ഇല്ലാത്ത നിലയിൽ കാര്യങ്ങൾ എത്തി. ഈ നഗരസഭയെ താഴെയിറക്കാൻ കിട്ടുന്ന ആദ്യ അവസരം എല്ലാവരും ചേർന്ന് പ്രയോജനപ്പെടുത്തണം എന്നും വി ശിവൻകുട്ടി ആഹ്വാനം ചെയ്തു. വി ശിവൻകുട്ടി ആഹ്വാനം ചെയ്യുന്നതിനനുസരിച്ച് ആണല്ലോ തിരുവനന്തപുരം നഗരസഭയും ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷനും ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ കിടന്ന് ബഹളം കൂട്ടാനല്ലാതെ കാര്യമായ എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ കാര്യമായ എന്തെങ്കിലും ചോദിച്ചാൽ അതിന് കൃത്യമായ ഒരു മറുപടി പറയാനോ ഇനിയും പഠിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ ഇനിയും അറിയില്ലാത്ത വി ശിവൻകുട്ടി തന്നെ ഇതൊക്കെ പറയണം. ദേശീയാടിസ്ഥാനത്തിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിയിൽ CPM അംഗമാണ്. കേരളത്തിൽ വ്യത്യസ്തമായ രാഷ്ട്രീയമുണ്ട്. എങ്കിലും ബി.ജെ.പിയുടെ കാര്യത്തിൽ ഞങ്ങൾ ഉറച്ച നിലപാടിലാണ്. നേതാക്കളുമായി ആലോചിക്കും, ആദ്യം കിട്ടുന്ന അവസരം പ്രയോജനപ്പെടുത്തും, എന്ത് വില കൊടുത്തും ബി.ജെ.പി. ഭരണം അവസാനിപ്പിക്കുന്നതിനായി എങ്ങനെ പങ്കാളികളാകാം എന്ന് ഗൗരവത്തിൽ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും വി ശിവൻകുട്ടി പറയുന്നു. അപ്പോൾ തന്നെ CPM-ന്റെ മനസ്സിലിരിപ്പ് മനസ്സിലായല്ലോ. എല്ലാ കളികളും പാളും എന്നുള്ള കാര്യം മനസ്സിലായി. ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതികൾ പുറത്തു കൊണ്ടുവരും. ശിവൻകുട്ടി മേയറായിരുന്നപ്പോൾ മുതൽ കഴിഞ്ഞ 45 കൊല്ലമായി അഴിമതി നടത്തി പാളയം മാർക്കറ്റ് അക്ഷയ ഖനിയാക്കി മാറ്റി കോടിക്കണക്കിന് രൂപയാണ് CPM നേതാക്കൾ സമ്പാദിച്ചു കൂട്ടിയിരിക്കുന്നത്. ആര്യ രാജേന്ദ്രനൊക്കെ വെറും ഒരു ചട്ടുകം മാത്രം. കളിച്ചത് മുഴുവൻ ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശിവൻകുട്ടിയും ആനാവൂർ നാഗപ്പനും വി ജോയിയും കടകംപള്ളിയും ഒക്കെ ചേർന്നാണ്. അപ്പം അതുകൊണ്ട് എന്ത് രാഷ്ട്രീയ പാപ്പരത്വവും കാണിക്കും, അല്ലെങ്കിൽ എന്ത് രാഷ്ട്രീയ നെറുകേടും കാണിച്ചാലും രാഷ്ട്രീയമൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലനിൽപ്പാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ടാണ് വി ശിവൻകുട്ടി സഖാവ് രംഗത്തെത്തിയിരിക്കുന്നത്. നടക്കട്ടെ കാര്യങ്ങൾ എന്ന് മാത്രമേ ഈ വാർത്തകളോട് പ്രതികരിക്കാനുള്ളൂ. തീർച്ചയായിട്ടും രാഷ്ട്രീയ സമസ്യയുണ്ട്, രാഷ്ട്രീയ പ്രതിസന്ധിയുണ്ട് അവിടെ. അത് പരിഹരിക്കുന്ന കാര്യം ബി.ജെ.പിക്കാരും അതുപോലെ ഇലക്ഷൻ കമ്മീഷനും സർക്കാരും കോർപ്പറേഷനും ഒക്കെ നോക്കിക്കോളും. വി ശിവൻകുട്ടി തോറ്റു തുന്നമ്പാടി വീട്ടിലിരിക്കുന്ന വി ശിവൻകുട്ടിക്ക് ഇതിലെന്ത് കാര്യം എന്ന് ചോദിക്കുന്നവരും ഉണ്ട്.